പാടെ കിഴക്ക് പോയാൽ കിഴക്കിന്റെ ദോഷമുണ്ടോ? ചൈന. പാടെ പടിഞ്ഞാറ് പോയാൽ കൊക്കേഷ്യൻസിന് കുഴപ്പമുണ്ടോ? ലാ വല ഗർബിയ, കിഴക്കനുമല്ല പാടെ കിഴക്കനുമല്ല, പാടെ പടിഞ്ഞാറിനുമല്ല. അങ്ങനത്തെ സൈത്തൂൻ, അത് ഈ ഏരിയയില് സൈത്തൂനാണ്. അത്തിപ്പഴം, മനസ്സിലോണ്ട് പറഞ്ഞത്. അത്തിപ്പഴം, ലോകത്തെ ഏറ്റവും നല്ല അത്തിപ്പഴം എവിടെയാ? ഈ ഏരിയയിലാണ്. മനസ്സിലായില്ലേ? പഴങ്ങളെ പോലത്തെ ഭക്ഷണം ഇല്ലല്ലോ, റെഡി ടു ഈറ്റ് ആണ്. പഴങ്ങളായി കഴിച്ചാൽ മതിയാവും. പഴങ്ങളായി തന്നെയാണ് കഴിക്കുക. പഴങ്ങൾ റെഡി ടു ഈറ്റ് ആണ്. ഇനി അതിൽ വ്യത്യാസപ്പെടുത്തരുത്. ഞാൻ ജ്യൂസ് കുടിക്കരുതെന്ന് പിന്നെയും പറയാണ്. മനസ്സിലായില്ല? അത് ആരോഗ്യത്തിന് ഹാനികരമാണ്, ആരോഗ്യദായകമല്ല. അതിൻ്റെ അർത്ഥം അത് ഹറാമാണെന്നോ കറാത്താണെന്നോ ഫത്വ തേടി നിങ്ങൾ കിതാബ് വരുത്തേണ്ട. അതായത് ഒരാൾ ജ്യൂസ് കുടിച്ചാൽ അപ്പോൾ ബോധം കെട്ട് വീഴുന്നു അർത്ഥമില്ല. പഴത്തെ പഴമായി അതിനെ പൂർണ്ണമായി നിനക്ക് അതിൻ്റെ മുഴുവനും ഗുണം ലഭിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? അതായി കഴിക്കുക. അതിലേക്ക് മറ്റൊന്നും ചേർക്കേണ്ടതില്ല. പഴച്ചാറ് കുടിക്കുന്നതിൽ തെറ്റുമില്ല. ഇനി ഇപ്പോൾ കഴിക്കുന്നത് പഴച്ചാറല്ല, പകരം എന്താണ്, അതിൽ വെള്ളം ചേർത്ത് പഞ്ചസാര ചേർത്ത് വേറൊരു സാധനമാക്കാണ്. റെഡി ടു ഈറ്റ് ആണ്, എപ്പോഴും കഴിക്കുക. ഇനി വേവിക്കേണ്ട ആവശ്യമില്ല. വേവിച്ചാൽ പഴത്തിന്റെ ഫലം നഷ്ടപ്പെടുകയും ചെയ്തു. ഉദാഹരണം പറയാം, ചില ഷുഗർ കംപ്ലൈന്റ് ഉള്ള ആളുകൾ എന്ത് ചെയ്യും? നേന്ത്രപ്പഴം പുഴുങ്ങി കഴിക്കും. എന്നാ പിന്നെ അത് നേന്ത്രപ്പഴമല്ല, അത് നേന്ത്രപ്പഴം വെള്ളത്തിൽ പോയി. മനസ്സിലായില്ല? അത് നേന്ത്രപ്പഴത്തിന്റെ ചണ്ടി ആണ്. അതുകൊണ്ട് ദോഷം ഉണ്ടാവില്ല. ശരിയാണ്, എന്തുമില്ല. ഗുണം ഉണ്ടായാലല്ലേ ദോഷം ഉണ്ടാവുള്ളൂ. മനസ്സിലാണ് പറഞ്ഞത് ഇതിന്. അപ്പൊ എല്ലാത്തിന്റെയും ഒരു കേന്ദ്രം, ലോകത്തെ ഏറ്റവും മേത്തരം ഫലങ്ങൾ. ഇപ്പൊ അത്തിപ്പഴം നിങ്ങൾ കഴിച്ചോളൂ. അത് ഖുർആൻ പറഞ്ഞ പഴമാണ്. അത്തിമരങ്ങളെ കുറിച്ച് ബൈബിൾ എത്രയാ പറഞ്ഞേ? അത്തിമരങ്ങൾ, അത്തിയെ പറ്റി ബൈബിൾ പറയുന്നുണ്ട്. അത്തി തളിർക്കുക എന്നതൊരു വലിയ സംഭവമായി ബൈബിൾ പറയുന്നുണ്ട്. അത്തിയെപ്പറ്റി ഖുർആനും പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട സെമിറ്റിക് മതങ്ങളിലെല്ലാം ഒരു പ്രധാനപ്പെട്ട ഫലമാണ് എന്ത്? അത്തി. ലോകത്തെ ഏറ്റവും നല്ല അത്തിപ്പഴം ഉണ്ടാവുന്ന ഏരിയയും ഇതാണ്. മാനവ സംസ്കാരം നിലനിന്നത് ഇവിടെയാണ്. വേദഗ്രന്ഥങ്ങളൊക്കെ വന്നത് ഇവിടെയാണ്. അപ്പൊ ഈ ഒരു നാടിനോട് കൊക്കേഷ്യൻസിന് ഏത് കാലത്തും കൊതിയാണ്. കാരണം ഇത് സമ്പത്തിന്റെയും സംസ്കാരത്തിന്റെയും എല്ലാത്തിന്റെയും കേന്ദ്രമാണ്. ഏറ്റവും നല്ല വേഷം ഇവർ ഈ ഭാഗക്കാർ ധരിക്കുന്ന വേഷമാണ്. മനസ്സിലായില്ലേ? ഏറ്റവും മനോഹരമായ ഭാഷ അവരുടേതാണ്. ഇനി ഈ ഭാഷയുടെ രഹസ്യം കേൾക്കണം നിങ്ങൾക്ക്. ഈ ഭാഷ മുഴുവനും വലത്തുനിന്നിടത്തോട്ട് എഴുതുക. ഇപ്പൊ ഇവിടെ രൂപപ്പെട്ട് വന്ന ഭാഷകളാണ് അറാമിക് വലത്തോട്ട് ഇടത്തോട്ട് എഴുതൂ. ഇവിടെ രൂപപ്പെട്ട് വന്ന ഒരു ഭാഷയാണ് സിറിയാനി, വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതും. ഇവിടെ രൂപപ്പെട്ട് വന്ന മറ്റൊരു ഭാഷയാണ് എന്ത്? ഹിബ്രു, വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതും. ഇവിടെ രൂപപ്പെട്ട് വന്ന മറ്റൊരു ഭാഷയാണ് അറബി, വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതും. നിന്റെ കൂടെ ഇല്ല. വലത് ഇടത് എന്ന് പറഞ്ഞാൽ മുന്തിക്കേണ്ടത് എന്തെന്നെ? വലതന്നല്ലേ? ലോകത്തെ ഏറ്റവും നല്ല ഭാഷകൾ മുഴുവൻ വലത്തോട്ട് ഇടത്തോട്ട് എഴുതിയത്. 20-ാം നൂറ്റാണ്ടിൽ ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ട് ജൂതന്മാർ. അത്ഭുതം തന്നെയാണത്. ഞാനിങ്ങനെ പറയുമ്പോൾ ഒരു വസ്തുതയായി മനസ്സിലാക്കാം. മരിച്ചുപോയൊരു ഭാഷ അവർ തിരിച്ചു കൊണ്ടുവന്നു. മരിച്ചുപോയൊരു ഭാഷയായിരുന്നു എന്ത്? ഹിബ്രു. 920-കളിൽ പിന്നീട് അവർ അതിനുവേണ്ടി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ജെറൂസലേമിൽ. അതിനൊക്കെ ശേഷം പിന്നെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ജൂത രാഷ്ട്രം വരുന്നത്. അവർ ആദ്യം എന്ത് ചെയ്തു? ഒരു നേഷൻ അല്ലെങ്കിൽ ഒരു കൾച്ചർ രൂപപ്പെട്ട് വരണമെങ്കിൽ എന്ത് വേണം? ഭാഷ വേണം. അവർ മരിച്ചു ഒരു ഭാഷയെ തിരിച്ചുകൊണ്ട് ലോകത്തെ അത്ഭുതം തന്നെയാണത്. അപ്പോൾ അതിനുവേണ്ടി അവർ വലിയ ത്യാഗം സഹിച്ചു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തല്ല, ഇതിൻ്റെയൊക്കെ അർത്ഥം സിയോണിസ്റ്റുകൾ നല്ലവരാണ് നല്ല അങ്ങനെ മനസ്സിലാക്കരുത്. കള്ളനാണെങ്കിലും കളവ് നടത്താൻ വേണ്ടി അവർ ഉപയോഗിച്ച ചില ത്യാഗങ്ങളുണ്ട്. ആ ത്യാഗങ്ങളില്ലെങ്കിൽ അവർക്ക് ആ കളവ് നടത്താൻ കഴിയൂല. എന്താണെങ്കിലും സിയോണിസ്റ്റുകൾ ചെയ്ത വലിയ കാര്യങ്ങളിലൊന്ന്, എന്തൊക്കെ സിയോണിസ്റ്റുകൾ മോശം ചെയ്താലും അവരൊരു ഭാഷയെ തിരിച്ചു കൊണ്ടുവന്നു. ഏതാണ് ഭാഷ? ഹിബ്രു. ഇന്ന് അവരുടെ ലേഖനങ്ങൾ, എഴുത്തുകൾ, അവരുടെ വലിയ വലിയ കവിതകൾ, നോവലുകൾ എല്ലാം എന്താണ്? ഹിബ്രുവില. ഹിബ്രു എവിടുന്ന് എഴുതുക? വലത്തുനിന്നിടത്തോട്ട്. സിറിയാക്ക് വലത്തുനിന്നിടത്തോട്ട്, അറാമിക് വലത്തുനിന്നിടത്തോട്ട്, അറബി ആണ്. ലോകത്ത് രൂപപ്പെട്ട് വന്ന മറ്റു ഭാഷകളിൽ നിന്ന് ഈ ഭാഷകൾക്ക് ഒരു വ്യത്യാസമുണ്ട്. ഈ ഭാഷകളെല്ലാം എങ്ങനെയാ വന്നത്? വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതി വന്നത്. അതാണ് സത്യത്തിൽ എന്ത്? ഉദാഹരണം പറയാ തോറയുടെ അടിസ്ഥാന ഭാഷ എന്താ?
തോറയുടെ അടിസ്ഥാന ഭാഷ എന്താ? പറ, തോറയുടെ ഭാഷ ഏതാ? തോറയുടെ ഭാഷ ഏതാ? തൗറാത്ത്. അതേതാണ്? ഹിബ്രു. മനസ്സിലായില്ലേ പറഞ്ഞത്? ബൈബിളിന്റെ ഭാഷ ഏതാ? സുറിയാനി. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ, ഹൈന്ദവ വേദങ്ങൾ പേർഷ്യൻ ഭാഷയിലാണ് എഴുതിയത്. പേർഷ്യൻ ഭാഷ എങ്ങനെയാ? പറ, പേർഷ്യൻ ഭാഷ വലത്തുന്നിടത്തോട്ട് നിങ്ങൾ പഠിക്കി. അടിസ്ഥാനപരമായി ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ ആദ്യകാലത്ത് എഴുതപ്പെട്ടത് എങ്ങനെയാണ്? ആ വേദഗ്രന്ഥങ്ങൾ ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട് മനുഷ്യർക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് എങ്ങനെയായിട്ടാണ്? പറ, വലത്ത് നിന്ന് ഇടത്തോട്ട്. പേർഷ്യൻ ഭാഷ അങ്ങനെയാണ്. പേർഷ്യൻ ഭാഷ വലത്തുന്നിടത്തോട്ട്, അറബി ഭാഷ വലത്തുന്നിടത്തോട്ട്, സിറിയൻ ഭാഷ വലത്തുന്നിടത്തോട്ട്, ഹിബ്രു ഭാഷ വലത്തുന്നിടത്തോട്ട്, അറബി ഭാഷ വലത്തുന്നിടത്തോട്ട്. ഇപ്പൊ ലോകത്തെ പ്രധാനപ്പെട്ട വേദഗ്രന്ഥങ്ങൾ പറയും. നിങ്ങൾ പറയ്, നിങ്ങൾ എന്താ ഇരിക്കണത്? പറയ്. തൗറാത്ത്, മനസ്സിലായില്ലേ? തൗറാത്ത് വലത്തുന്നിടത്തോട്ട്, ഇഞ്ചീല് വലത്തുന്നിടത്തോട്ട്. ആദ്യകാലത്ത്, ഇപ്പോൾ അത് എങ്ങനെ എഴുതുന്നു എന്നല്ല, അത് ആദ്യകാലത്ത് മാനവകുലത്തിന് ലഭിച്ചത് വലത്തുനിന്ന് ഇടത്തോട്ട്. പിന്നെ രാമായണവും മഹാഭാരതവും മനുഷ്യരാശിക്ക് അത് ആദ്യമായി ലഭിച്ചത് വലത്തുന്നിടത്തോട്ട്. ഖുർആൻ വലത്തുന്നിടത്തോട്ട്. ഇതാണ് കേന്ദ്രം. പേർഷ്യ, മനസ്സിലായില്ലേ? ഈജിപ്ത്, പേർഷ്യ, അറേബ്യ ഉൾക്കൊള്ളുന്ന ഒരു ഏരിയ. അത് അല്പഭാഗം ഇങ്ങോട്ട് കയറും ആഫ്രിക്കയിലേക്ക്. സുഡാന്റെ ഈ ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട്, ഈജിപ്തിന്റെ ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട്. പിന്നെ അവിടുന്ന് ഈ സംസ്കാരങ്ങളെല്ലാം ഇങ്ങോട്ട് ഒഴുകി. ആ ജനതക്ക് മനുഷ്യത്വണ്ടായി. മനസ്സിലാണ്ട് പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ കൊല്ലങ്ങളായി ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ എത്ര വിട്ടുവീഴ്ച ചെയ്താലും വിട്ടുവീഴ്ച ചൈന ചെയ്യില്ല. എന്തുകൊണ്ട്? ചൈനയുടെ കൾച്ചർ അതല്ല. ചൈനയുടെ കൾച്ചർ നമുക്ക് പരിചയമില്ലാത്തൊരു കൾച്ചറാണ്. ആ കൾച്ചർ ഇങ്ങനെ വന്നതാണ്. എവിടുന്ന് വന്നു? കൊക്കേഷ്യയിൽ നിന്ന് റഷ്യ വഴി, മംഗോളിയ വഴി അങ്ങോട്ട് ഇറങ്ങി ചൈനയിലേക്ക്. ചൈന പണ്ടേ നമ്മളെ സ്വീകരിച്ചിട്ടില്ല. ചൈന പണ്ടേ നമ്മളെ സ്വീകരിക്കാത്തൊരു ജനതയാണ്. ചൈനയെ പോയിട്ടെങ്കിലും അറിവ് പഠിക്കണം എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? ചൈനയെ പോയി അറിവ് പഠിക്കണം എന്നല്ല. അതായത് അക്കാലത്ത് അറബ് രാജ്യങ്ങളിൽ ഏറ്റവും ദൂരദിക്കായി ഗണിക്കപ്പെടുന്ന ജനതയാണ് ആര്? അതാണ് പറഞ്ഞർത്ഥം. ഞാൻ അമേരിക്കയിൽ പോയിട്ടാണെങ്കിലും നിന്നെ പോറ്റാം എന്ന് കല്യാണത്തിന്റെ രാത്രി ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ ഞാൻ നാളെ രാവിലേക്ക് പോകുന്നതാണോ അതിന്റെ അർത്ഥം? ഞാൻ തെണ്ടി നടന്നാലും എന്റെ കാര്യം ഞാൻ പട്ടിണിലാക്കില്ല എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ഞാൻ തെണ്ടുന്നാണോ അതിന്റെ അർത്ഥം? എന്താണ് ഈ മനുഷ്യന്മാര്? ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒന്ന്, ചൈനയിൽ അറിവില്ല. അറിവിന്റെ സോഴ്സും ചൈനയിലില്ല. ഇനി എങ്ങാനും ഒരു സോഴ്സ് അവിടെ എത്തിച്ചേർന്നാൽ നിങ്ങൾക്കത് പഠിക്കുന്നതിൽ തെറ്റുമില്ല. അറിവായിരിക്കണം, ഇരുട്ടാകരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. സിറിയ പോയിട്ടാണെങ്കിലും അറിവ് പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് വാക്കില്ല. എന്തുകൊണ്ട്? ബൈബിളിലുള്ള, രാമായണത്തിലില്ല, എവിടെയില്ല. എന്തുകൊണ്ട്? സിറിയ ഈ അറിവിന്റെ നാടാണ്. യമനിൽ പോയിട്ടെങ്കിലും അറിവ് പഠിക്കൂ എന്നൊരു വാക്കില്ല. യമൻ അറിവിന്റെ നാടാണ്. ഇറാഖിൽ പോയിട്ടെങ്കിലും അറിവ് പഠിക്കൂ എന്നൊരു വാക്കില്ല. എന്തുകൊണ്ട്? അറിവ് പഠിക്കാവുന്ന, പോകാവുന്ന നാട് തന്നെയാണ് ഏത്? ഇറാഖ്. ഇന്ത്യയിൽ പോയിട്ടാണെങ്കിലും അറിവ് പഠിക്കൂ എന്നൊരു വാക്ക് ഖുർആനിലോ ഹദീസിലോ ബൈബിളിലോ തോറയിലോ എവിടെയില്ല. എന്തുകൊണ്ട്? ഇന്ത്യ അറിവിന്റെ നാടാണ്.